ആർട്ട് വർക്ക്, ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന മിനി ഗ്രൈൻഡിംഗ് മെഷീൻ ഒരെണ്ണം ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. ഇതിനു മുന്നേ ഇതുപോലത്തെ 2 ടൈപ്പ് മെഷീൻ ഉണ്ടാക്കാനായിട്ട് വീഡിയോ ചെയ്തായിരുന്നു. പക്ഷേ അതിലും കുറച്ചും കൂടെ പവർ കൂടിയ വലിയ മോട്ടറാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഈ ഒറ്റ മെഷീൻ മതി നമുക്ക് പല ജോലികൾ ചെയ്യാൻ. ഈ മെഷീൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത് 775 നമ്പറിലുള്ള DC മോട്ടറാണ്. ഈ മോട്ടോർ സെറ്റ് ചെയ്യുന്നത് 50 mm 12 സെന്റിമീറ്റർ നീളമുള്ള PVC പൈപ്പിന്റെ ഉള്ളിലായിരുന്നു. ഈ പൈപ്പിന്റെ ഇരുവശങ്ങളിലും വയ്ക്കാനുള്ള എൻഡ് ഗ്യാപ്പായിട്ട് യൂസ് ചെയ്യുന്നത് PVCയുടെ ഷീറ്റിൽ നിന്ന് തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ്. അതിലൊരു ഷീറ്റ് എടുത്ത ശേഷം മോട്ടറിന്റെ ഷാഫ്റ്റ് കയറാൻ പാകത്തിന്റെ ഒരു ഹോളും അതുപോലെ മോട്ടോർ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള 2 ഹോളും ഇടണം. നമ്മൾ ഈ ടൈപ്പ് മോട്ടോർ വാങ്ങുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ബെയറിംഗ് ഉള്ള ടൈപ്പ് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഈ ടൈപ്പ് മോട്ടറൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് 300 രൂപ താഴെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വെക്കാനുള്ള PVCയുടെ ഷീറ്റിൽ ഹോളല്ലായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ആ ഷീറ്റിലേക്ക് നമുക്ക് മോട്ടോർ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാം. ഈ മോട്ടോർ ഓവർ ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടി ഹോൾ ഉണ്ട്. അതേ അളവിൽ തന്നെ നമുക്ക് PVC പൈപ്പിലും ഹോൾ എടുക്കണം. നമ്മൾ മോട്ടോർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഷീറ്റ് നമുക്ക് പൈപ്പിലേക്ക് ഫ്ലെക്സ് കിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഈ ഒട്ടിച്ചത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി അകത്തും പുറത്തും ഫ്ലെക്സ് കിക്കിന്റെ കൂടെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മോട്ടറിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള 2 വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. ആ 2 വയറുകളും സോൾഡർ ചെയ്തൊന്ന് ഇൻസുലേഷനും ചെയ്തെടുക്കാം. ഞാൻ ആദ്യം മോട്ടറിലേക്ക് വയറുകൾ സോൾഡർ ചെയ്യാൻ മറന്നുയർന്നു. അതാണ് വീണ്ടും അഴിച്ചെടുത്തിട്ട് ഫിറ്റ് ചെയ്യുന്നത്. ഈ മോട്ടർ നമ്മൾ വാങ്ങുമ്പോൾ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രൂ അതിൻ്റെ കൂടെ കിട്ടൂലായിരുന്നു. അത് എക്സ്ട്രാ വേറെ വാങ്ങിയതായിരുന്നു. നമ്മുടെ ഈ മിനി ഗ്രൈൻഡിംഗ് മെഷീൻ ഒരു ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ ഇതിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി DC ഫീമെയിൽ സോക്കറ്റും ആവശ്യമുണ്ട്. ഇത് രണ്ടും ഫിറ്റ് ചെയ്യുന്നത് ബാക്കിലത്തെ എൻഡ് ഗ്യാപ്പ് ആയിട്ട് എടുത്തിരിക്കുന്ന ഷീറ്റിലാണ്. അപ്പോൾ സ്വിച്ചിന്റെ അളവിലും അതുപോലെ DC ഫീമെയിൽ സോക്കറ്റിന്റെ അളവിലും 2 ഹോളുകൾ ഇടണം. നമ്മളിട്ട ഹോളിലേക്ക് DC ഫീമെയിൽ സോക്കറ്റും അതുപോലെ സ്വിച്ചും ഫിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ മോട്ടറിൽ നിന്ന് തന്നെ പോസിറ്റീവ് വയർ നേരെ സ്വിച്ചിന്റെ ഒരു ലെഗിലേക്ക് സോൾഡർ ചെയ്യണം. മോട്ടറിന്റെ രണ്ടാമത്തെ വയർ DC ഫീമെയിൽ സോക്കറ്റിന്റെ ഗ്രൗണ്ട് കൊടുക്കേണ്ട ലെഗിലേക്ക് സോൾഡർ ചെയ്യണം. സോക്കറ്റിലെ പോസിറ്റീവിന്റെ ലെഗിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത് നേരെ സ്വിച്ചിന്റെ മറ്റേ ലെഗിലേക്ക് സോൾഡർ ചെയ്യണം. അപ്പോൾ എല്ലാ വയറുകളും കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇൻസുലേഷനും ചെയ്ത് താഴത്തെ എൻഡ് ഗ്യാപ്പ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മുടെ പൈപ്പിന്റെ 2 എൻഡുകളും നന്നായിട്ടൊന്ന് മിനുക്കിയെടുക്കാം. ഇത് മോട്ടറിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചക്കായിരുന്നു. ഇതിലാണ് ഡ്രിൽ ബിറ്റുകളൊക്കെ ഇടുന്നത്. നമ്മളിപ്പോൾ മോട്ടറിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചക്ക് വാങ്ങുമ്പോൾ മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ കറക്റ്റ് അതേ അളവിലുള്ളത് വാങ്ങണം. ഈ മോട്ടറിന്റെ ഷാഫ്റ്റ് 5 mm ആയിരുന്നു. ഈ മോട്ടറിലേക്ക് ചക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അലങ്കിയെല്ലാം അതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ മെഷീൻ ഫുള്ളായിട്ടൊന്ന് പെയിന്റ് അടിച്ചെടുത്തേക്കാം. ഈ മോട്ടറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ചക്ക് ഞാൻ ആമസോണിൽ നിന്ന് 195 രൂപയ്ക്കായിരുന്നു വാങ്ങിയത്. നമ്മുടെ ഈ മിനി ഗ്രൈൻഡിംഗ് മെഷീനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്സറീസ് 260 രൂപയ്ക്കായിരുന്നു അതിന്റെ കിറ്റ് ഫുള്ളായിട്ട് വാങ്ങിയത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയത്. ഇതിൻ്റെ കൂടെ ഡ്രിൽ ബിറ്റ് ഇല്ലാതെ എക്സ്ട്രാ വേറെ വാങ്ങിയതാണ്. ഞാനിത് 12 വോൾട്ട് 7Hന്റെ ബാറ്ററിയിൽ നിന്നും വർക്ക് ചെയ്യിപ്പിച്ചു. പിന്നെ 19 വോൾട്ടിന്റെ പഴയ ലാപ്ടോപ്പിന്റെ ചാർജറിൽ നിന്നും വർക്ക് ചെയ്യിപ്പിച്ചു. ലാപ്ടോപ്പിന്റെ ചാർജറിൽ നിന്ന് കണക്ട് ചെയ്തപ്പോൾ എന്ത് സാധനം വളരെ വേഗത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ടൈപ്പ് മിനി ഗ്രൈൻഡിംഗ് മെഷീൻ നമുക്ക് വാങ്ങാനും കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങി ഇൻകോയുടെ ഒരു മെഷീന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മെഷീന്റെ മോട്ടറിന് സ്പീഡ് കൺട്രോൾ വേണമെങ്കിൽ അത് നമുക്ക് എക്സ്ട്രാ പിടിപ്പിക്കാൻ പറ്റും. നമ്മൾ ഡ്രിൽ ബിറ്റ് ഇട്ട് GIയുടെ ഒരു പൈപ്പിലാണ് ഡ്രിൽ ചെയ്ത് നോക്കിയത്. വളരെ വേഗത്തിൽ തന്നെ ഹോൾ വീണു. വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.